കൊണ്ടുപോവാ. ഒരു ചരിത്രം പറയാം. 93 വയസ്സുള്ള ഒരാൾ, നിങ്ങളിത് ശരിക്കും കേൾക്കണേ. ഒരു പക്ഷേ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് മുമ്പ് എവിടെയും കേട്ടിട്ടില്ല. ഞാനിത് വായിച്ചറിഞ്ഞതാണ്, മുമ്പാരും പറഞ്ഞത് കേട്ടതല്ല. 93 വയസ്സുള്ള ഒരാൾ, അയാളുടെ നാട്ടിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ കുറച്ചപ്പുറത്തുള്ളൊരു സ്ഥലത്ത് ബ്രിട്ടീഷുകാരും നാട്ടുകാരും ഒരു സംഘർഷത്തിലേർപ്പെടുക. യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. ബ്രിട്ടീഷുകാരും ജന്മിമാരും ഒരു ഭാഗത്ത്, ബ്രിട്ടീഷുകാരും പണക്കാരും ഒരു ഭാഗത്ത്, പാവപ്പെട്ടവരായ കർഷകർ ഒരു ഭാഗത്ത്. അവർ തമ്മിലാണ് യുദ്ധസമാനമായൊരു അന്തരീക്ഷം. യുദ്ധം തന്നെ പറയാം. ആ യുദ്ധത്തിലേക്ക്, ആ യുദ്ധത്തിൻ്റെ നടുക്കളത്തിലേക്ക് 93 വയസ്സുള്ള ഒരു മനുഷ്യൻ നടന്നു വരുന്നു. നിങ്ങൾ ശരിക്കും കേൾക്കണേ. 93 വയസ്സുള്ളൊരു മനുഷ്യൻ ആ യുദ്ധക്കളത്തിലേക്ക് നടന്നു വരുന്നു. അയാൾ മുഖം മറച്ചിരുന്നു. എന്തിനാ മുഖം മറച്ചത് എന്നറിയാം? അത് അദ്ദേഹമാണ് എന്ന് ബ്രിട്ടീഷുകാർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹത്തിന് ആ യുദ്ധത്തിൽ വെച്ച് ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു, വെട്ടേൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് വലിയ മുറിവുകളൊക്കെ ഉണ്ടായി. ആ മുറിവുകൾ കാരണം പിറ്റേ വർഷം 94-ാമത്തെ വയസ്സിൽ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. കോരിത്തിരിക്കുന്നു. ആരാന്നറിയോ നിങ്ങൾക്ക്? അറിയോ? മമ്പുറത്തെ തങ്ങളുപ്പാപ്പയാണത്. അറിയോ? മമ്പുറം സയ്യിദ് അലവി മൗലദ് ദവീല എന്ന് ചരിത്രത്തിലും ഏറ്റവും പ്രിയങ്കരരായ മനുഷ്യരുടെ മനസ്സിൽ മുഴുവനും ഏറ്റവും പ്രിയങ്കരനായ തങ്ങളുപ്പാപ്പയായി ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ മനുഷ്യനായിരുന്നു. 94-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നതിൻ്റെ കാരണം എന്തായിരുന്നു എന്നറിയാം? 93-ാമത്തെ വയസ്സിൽ കിട്ടിയ മുറിവുകൾ. ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ അവസാനം വരെയാണ്. വഴിയിലിട്ട് ചുവന്ന പരിപാടിയില്ല. അതായിരുന്നു മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. അവിടെ ഇരുന്നാൽ മതിയായിരുന്നു, പള്ളിയിലിരുന്നാൽ മതിയായിരുന്നു. യുദ്ധത്തിനൊന്നും പോകേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്താണോ വേണ്ടത് അങ്ങോട്ട് ആളുകൾ എത്തിച്ചു കൊടുക്കും. എല്ലാ മതസമൂഹങ്ങളും ജാതിയും എല്ലാ ജാതിഭേദങ്ങളും, മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു. എന്തു വേണമെങ്കിലും പള്ളിയുടെ അകത്തെത്തുമായിരുന്നു. യുദ്ധത്തിന് ഇറങ്ങേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആവേശം കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് ആ മനുഷ്യനാണ് 93-ാമത്തെ വയസ്സിൽ ചേറൂരിലേക്ക് നടന്നത്, സമരത്തിൽ പങ്കെടുത്ത് 94-ാമത്തെ വയസ്സിൽ വഫാത്താവുകയും ചെയ്തു. എന്തൊരു ജീവിതമായിരുന്നു അല്ലേ! ഒന്ന് പഠിച്ചു നോക്കുന്നുണ്ട് ആ ജീവിതം. നമ്മുടെ ചരിത്രത്തിൽ ഇത്രയും ആവേശം കൊള്ളിക്കുന്നൊരു വാപ്പയും മോനും ഇല്ല. മകനും ഇതേപോലെ തന്നെ. മമ്പുറം സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ എന്തായിരുന്നു എന്നറിയാം? അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് കേരളത്തിലല്ല, ഇസ്തംബൂളില, തുർക്കിയിൽ. ഫസൽ പാഷ എന്നാണ് പേര്. അവിടെ തുർക്കി രാജാക്കന്മാരുടെയും റോമൻ രാജാക്കന്മാരുടെയും ഒക്കെ ഖബറുകളുള്ളൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തുണ്ട് ഒരു ഖബർ. ആ ഖബറിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഫസൽ പാഷ. ആരാന്നറിയാം? മമ്പുറം തങ്ങളുടെ മകൻ. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് നാട് കടത്തിയതായി, കേരളത്തിൽ നിന്ന് നാട് കടത്തിയതാ. എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നാട് കടത്തിയതാ. ഹജ്ജിനാണെന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. പക്ഷേ പടച്ചവൻ കൈവിട്ടില്ല. ബ്രിട്ടീഷുകാർ നാട് കടത്തിയ മനുഷ്യനെ എവിടെയാണ് പൊങ്ങിയത് എന്നറിയാം? യമനിലെ രാജാവിൻ്റെ മതകാര്യ ഉപദേഷ്ടാവായിട്ടാണ് പിന്നീട് നിയോഗിക്കപ്പെടുന്നത്. മക്കയിൽ പഠിച്ച ആളാണ്, അതുകൊണ്ട് ഭാഷ കയ്യിലുണ്ട്. എവിടെയും താഴ്ന്നു പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. കഅബയിൽ ജോലി ചെയ്തിട്ടുണ്ട്, യമനിൽ ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ ഈജിപ്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ ദൊഫാറിൽ, ഇവിടെ സലാലയ്ക്കടുത്ത് ദൊഫാർ എന്ന പ്രവിശ്യയുടെ ഗവർണറായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇസ്തംബൂളിൽ എത്തുന്നത്, തുർക്കിയിൽ എത്തുന്നത്. ഈജിപ്തിൽ പോയിട്ടുണ്ട്, തുർക്കിയിൽ എത്തിയിട്ടുണ്ട്. തുർക്കിയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി മാറിയ ആളാണ്. ഇതൊരു ജീവിതം എന്നറിയാം. ഹിജാസ് റെയിൽവേ എന്നുള്ള വലിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. തുർക്കിയിൽ നിന്ന് മദീന വരെയുള്ള ഒരു റെയിൽവേ പാളമാണ്. അത് വിഭാവന ചെയ്ത തലച്ചോറിൻ്റെ പേരാണ് സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ. അത് നടന്നില്ല. ബ്രിട്ടീഷുകാരതിന് പാര വെച്ചിട്ട് അത് നടന്നില്ല.
മറ്റേ ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരനില്ലേ, അദ്ദേഹമൊക്കെ ഇതിലിടപെട്ടിട്ടാണ് ഈ പദ്ധതി നടക്കാതെ പോയത്. പക്ഷേ മദീനയിൽ ഇപ്പോഴും അതിൻ്റെ റെയിൽവേ സ്റ്റേഷനുണ്ട്, അറിയോ? ഇജാസ് റെയിൽവേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച റെയിൽവേ സ്റ്റേഷൻ മദീന പള്ളിയുടെ തൊട്ടപ്പുറത്തിപ്പുണ്ട്. ഇപ്പോൾ അത് മ്യൂസിയമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാ? സയ്യിദ് ഫളൽ പൂക്കോയത്തങ്ങൾ. ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ, ഇവരൊന്നും ജീവിക്കുകയായിരുന്നില്ല, അർത്ഥപൂർണമായി ജീവിക്കരുത്. നമുക്കിങ്ങനെ വലിയ വലിയ മഹാന്മാരുടെ ചരിത്രമൊക്കെ പറയുന്നത് നമ്മൾ അതേപോലെ ആവാനൊന്നും അല്ല, പക്ഷെ ഉള്ളൊരു ജീവിതമല്ലേ. നമുക്ക് 2000 രൂപയുടെ നോട്ടാവാനൊന്നും കഴിയണമെന്നില്ല. 50 പൈസയായാലും മതി, പക്ഷെ കള്ളനാണയം ആവരുത് എന്നേ ഉള്ളൂ. അല്ലേ അല്ലേ 2000 രൂപയുടെ നോട്ടാവാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. 1 ഉറുപ്പ്യ ആയാലും മതി, പക്ഷെ അതൊരു ഉറുപ്പ്യ ആയിരിക്കണം. ഞാൻ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.